ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ജാസിയുടെ പേരിന്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരാൾക്കൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇന്ന് നേരം വെളുത്ത് നോക്കിയപ്പോ തന്നെ കണ്ട ഫസ്റ്റ് വീഡിയോ അതാണ്. ജാസി പറയാനാ നടക്കണ വെച്ചെങ്കിൽ ഇവള് പെറ്റീന്റെ സങ്കടാ പറയണത്. ഒന്ന് കേട്ടോക്ക്. അറിയാത്തോണ്ട് ചോദിക്കാം, നിങ്ങളൊക്കെ ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തല്ലുകൂടുമ്പോ നിങ്ങൾക്കൊന്ന് മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിച്ചൂടെ? നല്ലൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ. ആരാ പറയണ അറിയോ? ഇതിപ്പോ മിയ ഖലീഫ പറയാണ്, എല്ലാരോടും മക്കനിട്ട് നടന്നൂടേന്ന്. അതേമാതിരിയാണ് ഇപ്പൊ പറയണത്. നിങ്ങൾക്ക് ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ട് തമ്മിൽ തല്ലാണ്ട് നിങ്ങൾക്കൊന്ന് സ്നേഹത്തോടെ ഇരുന്നൂടേന്ന്. ബാക്കി കേക്കാം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാരും എന്നോട് ചോദിക്കും, നീ എന്റെ ചാവുന്നില്ലേ, ഇനി അടുത്ത ആത്മഹത്യാ നാടകപ്പയാണ്. ഓൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോളെ സംശയം. എന്നാ ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ, ഇജ് ഇതുവരെ എന്ത് ശരിയാണ് ചെയ്തിക്കണേ? തെറ്റെവിടെക്കട്ടെ, എന്റെ കണ്ണിൽ ഇജ് ചെയ്തിക്കണ ശരി എന്താണ്? ഈ മറ്റേ സംഖ്യകളെ മുഞ്ചിച്ച് ജീവിച്ചണതോ? അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടി വ്യൂസ് കമ്മിയാവുന്നതോട് കൂടെ നേരെ ഗുരുവായൂർ പോയിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കണതോ? ഇതൊക്കെ അല്ലേ എന്റെ ശരികള്? അനക്ക് പറയാ, ഞാനും കണ്ണ വ്യക്തിയാണ്, ഞാനും കണ്ണനെ ഒരുപാട് സ്നേഹിക്കുന്നു, കണ്ണനോട് ഞാൻ പോകാന്ന് പറയട്ടെ, കണ്ണന് ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ല. ഇതൊക്കെയല്ലേ പന്റെ ന്യായീകരണം? ഇത് ഈ ഫോട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട് കണ്ട ജനങ്ങളെ മുഴുവൻ മൂഞ്ചിച്ച എജ്ജാ പറയണത് നിങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മറ്റേ തമ്മിൽ തല്ലാതെ ഒന്ന് നന്നായിക്കൂടെയാണ്. കേക്കണം, ഇത് ഉണ്ടാക്കാൻ മാക്സിമം ഓള് പെടുന്ന പാടെന്താ അറിയോ? ഓളോളെ കുരുനേട്ടനും പാടെ എവിടെ ഒരിത്തിരി വർഗീയതക്ക് ചാൻസ് ഉണ്ട്, അവിടെ ഓളോളെ കുരുനേട്ടനും ഉണ്ടാവും. എന്നിട്ട് ആ ഓളാ പറയണത്, നിങ്ങൾ എന്തിനാ ജാതിയുടെയൊക്കെ പേരില് വെറുതെ തമ്മിൽ തല്ലണു? ഓളെ ബാക്കി കേക്കാം. അത് ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറയാം. നീ എന്റെ ചാവുന്നില്ലേ, ഇനി അടുത്ത ആത്മഹത്യാ നാടകപ്പയാണ്. നീ ഒന്ന് ചത്ത് കിട്ടിയാ മതി. അല്ല, അതിനോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. കാരണം എന്താ അറിയോ, ആഴ്ചയിൽ 6 ദിവസം എനക്ക് ആത്മഹത്യ കേസാണ്, ഒരു ദിവസം വർഗീയത. ഈ ഒരൊറ്റ ദിവസം അന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര വർഗീയത ഇജ്ജും ആ കുരുനേട്ടനും പാടെ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഏറിപ്പോവും, ആളുകൾ എടുത്തിട്ട് അലക്കും. അപ്പൊ എന്താവും? അപ്പൊ എനക്ക് അർജന്റ് ആയിട്ടൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നിട്ടോ പിറ്റത്തെ ഒരാഴ്ച ഫുള്ള് ഓളെ ആത്മഹത്യയുടെ കഥ, ഓളെ കെട്ടും. പിന്നെ ഓള് കയ്യുമേക്കാരം ഇത് ഇതിപ്പോ എത്രയൊക്കെ ഓള് മുറിച്ചിന്. ഞാൻ പറയുമ്പോ നല്ല നല്ല സാധനങ്ങൾ മറ്റേ ഈ കൃഷിഭവനിലും ഇവിടെയൊക്കെ പോയാൽ കിട്ടും. ഉദ്ദേശിച്ചു വെച്ചെങ്കിൽ. പക്ഷെ എനക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലല്ലോ. അനക്കെന്താണ്? അനക്ക് റീൽസിനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോ അതിന് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ പറയല്ലാണ്ട് വേറെ വഴിയില്ല. അല്ല, അനക്ക് ഇനി ഒറിജിനലായിട്ട് അങ്ങനെ വല്ല ചാകണമെന്ന് എന്തെങ്കിലുമൊക്കെ നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ഇതാക്കിയാൽ മതി. എന്നിട്ട് ഞാൻ ഇന്ന് കഴിച്ചിലായി പോരുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. അറിയാനുള്ള പൂതിയോണ്ട് ചോദിക്കുകയാണ്. ഇത് എത്ര വെച്ചിട്ടാ മനുഷ്യനെ വെറുതെ കുതിപ്പിച്ച, ഇപ്പൊ ആവും അപ്പ ആവും. പിന്നെ ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലായി ഇത് ഫുള്ള് ഡ്രാമയാണ് എന്നുള്ളത്. ഒരു കജ്ജിമ്മ തന്നെ ഉണ്ടാവും ഒരു മാസത്തിൽ 4 കെട്ട്. എന്നിട്ടോ ആ കജ്ജും കൊണ്ടാക്കാൻ, ആ കജ്ജ് എങ്ങനെയൊക്കെ കാണിച്ചാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നുള്ള ഓളെ റീൽസ്. എന്തിനാ? ഓളെ ആത്മഹത്യ ചെയ്തിക്കല്ലേ, ഓളെ നരമ്പ് മുറിച്ചിക്കല്ലേ. അപ്പൊ പിന്നെ അത് നാട്ടുകാരെ അറിയിക്കണ്ടേ? അതിന്റെ സെന്റിമെന്റില് രണ്ട് രണ്ട് മറ്റേ ഇതെങ്കിലും പോണ്ടേ, ഫോട്ടോ എങ്കിലും പോണ്ടേ? ഒന്നല്ലെന്നുണ്ടെങ്കിൽ 10,000-2000 ഉറുപ്പ്യ മുടക്കിയിട്ട് ഓള് ഉണ്ടാക്കണത് 10,20,000 ഉറുപ്പ്യക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഗീയത നാടകം അല്ലാണ്ട് വേറെ എന്താ പിന്നെ നടക്കുക? ബാക്കി പറ. എന്നൊക്കെ പറയുമ്പോ ഒന്നുമില്ലേ, എനിക്ക് രണ്ട് മക്കളുണ്ട്, അവരുടെ ഭാവി നിങ്ങളൊക്കെ മക്കളെ ഭാവിനെ കുറിച്ചിട്ടേ ഭയങ്കര എന്താ പറയാ ബോധമുള്ള ഒരു ഉമ്മയാണ് ഇപ്പത്, അല്ലെങ്കിൽ അമ്മയാണ് ഇപ്പത്. കേക്കണങ്ങള്. മക്കൾക്ക് ഉണ്ട് ഓലൊക്കെ എന്താ വിചാരിച്ച? ഇതിപ്പോ മറ്റവൻ പറഞ്ഞ മാതിരി ഞാൻ ദത്തെടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആ കുട്ടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? സത്യങ്ങളൊക്കെ മനസ്സിലാക്കൂലേ? അതുകൊണ്ട് പിന്നെ ഞാന് ഗർഭമായിട്ട് അഭിനയിച്ചാന്ന് പറഞ്ഞില്ലേ, അതേമാതിരി അപ്പൊ ഇവള് പറയുന്നത്. ഇവളെ മക്കൾക്ക് ഇപ്പോ ഒന്നും അറിയില്ല, എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം. ഇന്ന് വരെ ജാങ്ങളെയാണ്, മറ്റവനാണ്, മറിച്ചവനാണ് പറഞ്ഞിട്ട് എന്റെ പെരിയക്ക് ഈ കയറ്റുന്ന ആണുങ്ങളെ കുറിച്ചിട്ട് എന്റെ മക്കൾക്ക് ഇതുവരെ ഒരു ബോധമില്ല. അന്നൊന്നും ഇല്ലാത്തൊരു അഭിമാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇടുമ്പോ അനക്ക് വരുന്നതെന്നുള്ളത് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും ബാക്കി പറ. അമ്മ ഇല്ലാതെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്കൊണ്ടൊക്കെ പറ്റുമോ? കേട്ടില്ല. എനിക്ക് രണ്ട് മക്കളുണ്ട്, അവരുടെ ഭാവി നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മ ഇല്ലാതെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്കൊണ്ടൊക്കെ പറ്റുമോ? ഞങ്ങൾക്ക് നിൽക്കാനും പറ്റൂല, ഇരിക്കാനും പറ്റൂല, കടക്കാനും പറ്റൂല. പക്ഷെ അനക്ക് പറ്റും. അനക്ക് അമ്മാനല്ല, ആരില്ലെങ്കിലും
അന്റെ വർഗീയതയും കൊണ്ട് ഇജി ജീവിക്കും, അതിന് പഠിച്ചോളാണ്. ഇജൊന്നും ഒരിക്കലും അമ്മയുടെയും മക്കളെയും ഒന്നും എന്താ സ്നേഹത്തെ കുറിച്ചിട്ട് തമാശക്ക് പോലും അന്റെ ഈ ഇളിച്ചും കൊണ്ടുള്ള വീഡിയോ ഇടരുത്. കാരണം എന്താ വെച്ചാലേ ഈ കുടുംബ സ്നേഹമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളാ. അന്റെ ഈ ലുക്കിനും അന്റെ ഈ പ്രവർത്തിക്കും അതൊന്നും ഒരിക്കലും ചേരൂല. എന്താ പറയാ, മിൽമ പാലില് മണ്ണെണ്ണ ഒഴിച്ച മാതിരിയാണ്. ഒരിക്കലും ചേർച്ചുണ്ടാവൂല. അപ്പൊ അങ്ങനത്തെ ഈ കടിച്ചാ പൊട്ടാത്തി ഏറ്റിയാ പൊങ്ങാത്തി വാക്കൊന്നും പറയരുത്. അനക്ക് ഈ വർഗീയതയെ ശരിയാകുള്ളൂ. സ്നേഹത്തെ കുറിച്ചിട്ടോ അതല്ലേ മക്കളുടെ ഭാവിയെ കുറിച്ചിട്ടോ അതിനൊന്നും പറയേ ചെയ്യരുത്. ഞങ്ങക്ക് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. എന്തായാലും ബാക്കി കേൾക്കാം. രണ്ട് മക്കളുണ്ട്, അവരുടെ ഭാവി. നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മ ഇല്ലാതെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്കൊണ്ടൊക്കെ പറ്റുമോ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്റെ മക്കളുടെ കാര്യം. അതെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളൊന്ന് നിങ്ങൾക്ക് നിർത്തിക്കും. പിന്നെ ഞങ്ങള് ദിവസം മൂരിനെ കൊടുത്ത് എന്നെ കുത്തിപ്പിച്ചലല്ലേ, എന്നിട്ടാ ഞങ്ങൾ ഇങ്ങനെ പറയല് കുത്തുവാക്കാത്രേ കുത്തുവാക്ക്. ഇജ് ആദ്യേ ഇത്രയും വലിയ പ്രഭാഷണം ഇവിടെ നടത്തുമ്പോ ഇജ് കാരണം മാനം കെട്ട എത്ര ആളുകൾ ഉണ്ടെന്നതിനെ കുറിച്ചിട്ട് ഇജ് ചിന്തിച്ചിരിക്കണോ? ഒരു സമുദായത്തിനെ മുഴുവൻ മാനക്കേടിലാക്കാൻ അന്നെ കൊണ്ട് പറ്റാവുന്നോളം ഇജ് ശ്രമിച്ചു. അവസാനം ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായൊരു വാർത്തയാണ് ഇജ് പറഞ്ഞത്, ഞാൻ ഇസ്ലാം മതം ഒഴിവാക്കി എന്നുള്ളത്. അതിനോളം സന്തോഷം ഞങ്ങക്ക് വേറെ ഒന്നുമില്ല. കാരണം എന്താ അറിയോ, ഇങ്ങനത്തെ ഈ തീട്ടക്കേസുകളൊക്കെ ഇതിന് പോണേണ് നല്ലത്. ഇതില് ഉള്ള ആളുകൾ തന്നെ ഇത് എങ്ങനെയൊക്കെ മുടിപ്പിച്ചാൻ പറ്റുമോ നോക്കി നടക്കുക. അതിന്റെ അടിയിൽ കൂടെയാണ് ഇജ് ആരിഫ് മുഹമ്മദ്, പിന്നെ മറ്റേ ആ പുട്ട് വിഴുങ്ങിയ ചങ്ങായിയുടെ പേരെന്താ വെച്ചാൽ അതിന്റെ പേര് കിട്ടിയല്ല, ഫസലോ, ഓന് ഈ ഐറ്റംസുകളൊക്കെ. ഇതൊക്കെ സംഘികൾ എങ്ങനെ എങ്ങനെ സുഖിപ്പിക്കാനാ. പക്ഷെ നിങ്ങളൊന്നും എവിടെ എത്തണില്ലല്ലോ. ജനങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങളൊക്കെ പച്ച വർഗീയവാദിയാണ്, നിങ്ങളെയും കൊണ്ട് ഈ നാടിനോ വീടിനോ ഒന്നും ഒരു ഗുണമില്ല എന്നുള്ളത്. ഓളിപ്പൊ കണ്ണനെ വിറ്റിട്ട് ഉമ്മാനെ ഉംറക്ക് പറഞ്ഞയക്കാൻ നിൽക്കുന്നു. അതറിഞ്ഞു നിങ്ങളെ ഉമ്മാനെ ഉംറക്ക് പറഞ്ഞയക്കണം, മജ്ജിന് പറഞ്ഞയക്കണം. എന്നാ അവളോട്ട് ദീനിലും വിശ്വാസമല്ല, അവൾക്ക് അള്ളാനെയും വിശ്വാസമല്ല, എന്നാ അവൾക്ക് ഉംറക്കും മജ്ജിനും പറഞ്ഞയക്കാൻ സംഖ്യകളുടെ കായും വേണം. എങ്ങനെയുണ്ട്? എന്നിട്ട് അതൊക്കെ മണ്ണിന്റെ അടിയിൽ മൂടി വെച്ചിട്ട് അവൾ അറിയാത്ത മാതിരി വന്നിട്ട് പറയാം എന്റെ മക്കളെ കുറിച്ചിട്ടൊന്ന് ഓർത്തത്. ഞങ്ങൾ എന്തിനാ മക്കളെ എന്റെ മക്കളി എന്റെ കെട്ടിയനെ ആലോചിച്ചു? ഇജ് പറ, അണക്കില്ലാത്ത ആലോചന ഞങ്ങൾ ആലോചിക്കണം എന്നാ ഇജ് പറയണത്? ഇജും കുരനേട്ടനും കടന്നിട്ട് നാട്ടാപ്പാലാക്കി 2 മണിക്ക് നടു റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന സമയത്തൊന്നും എന്റെ മക്കളെ ഭാവിയെ കുറിച്ചിട്ട് എനക്ക് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഇല്ലാത്ത മയമേക്കടെ കൂട്ടം പറഞ്ഞതിൽ ഒരു ഈ ഇല്ലാത്തൊരു മാപ്പള്ളിയും വെച്ചിട്ട് ഇജ് എത്ര കാലം അത് പിടിച്ചു നിൽക്കുക? ഇതിപ്പോ ഒരു എന്നായാലും ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും ആരെങ്കിലും ചോദിക്കൂലേ എവിടെ എന്റെ മാപ്പിളാന്ന്? അന്നും ജി ഗൾഫ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാ. ഈ മക്കൾക്ക് നാളെ ഒരു കല്യാണങ്ങളോ അതല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷനിൽ ഈ സോഷ്യൽ മീഡിയ പറയണ മാതിരി എന്റെ മാപ്പിള ഗൾഫിലാണെന്ന് അവിടെ ഓരോരുത്തും പറയാൻ പറ്റൂ? ഇങ്ങനെ ഉണ്ട് ഒരു വരാത്തൊരു ഗൾഫ്. ആണിങ്ങനെ എന്തിനാണിങ്ങനെ? നിങ്ങൾക്കൊക്കെ അമ്മയും വാപ്പി ഇല്ലേ? പിന്നെ എന്തിനാ ഇന്നെങ്ങനെ ദ്രോഹിക്കണ? അതെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും ഒക്കെ പറ്റുമോ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ എന്റെ മക്കളുടെ കാര്യം. അതെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളൊന്ന് നിങ്ങൾക്ക് നിർത്തിക്കൂടെയോ? അറിയാത്ത കൊത്തുപൊറാട്ട എന്നൊക്കെ കേട്ടുകൊണ്ട് ഇതിപ്പോ എന്താ ഈ കുത്തുവാക്ക്? അതും കുത്തുവാക്ക് ഏൽക്കാൻ പറ്റിയൊരു സാധനം. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താ അറിയോ? ഞാൻ പറയുമ്പോ ഇങ്ങനെ ഒന്നല്ല ഇത് പറയണ്ടേ, ഏതെങ്കിലും ഒരു സാഡ് മ്യൂസിക് ഒക്കെ ഇടുക. അപ്പോഴാ ജാസി കാട്ടിയ മാതിരി 4 ആളെങ്കിൽ 4 ആളൊന്ന് വിശ്വസിക്കുള്ളൂ. ഞാൻ അടുത്തുള്ള വീഡിയോ കാണിച്ചു തരാം. ഈ കുടുംബസ്നേഹിയായ മാതാവിനെന്ന് കാണണ്ടേ എനിക്ക്? എന്താ ആ ജാസിനെ മുറിച്ചിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാൻ പറയുന്നു. ഇത് ആണുങ്ങളെ മാതിരി. ഓളെ വിചാരം ഇപ്പൊ 16ന്റെ പവറാണ് ഇപ്പൊ ഓള് ആ മുടിയൊക്കെ കണ്ട് ചോപ്പിച്ചും കണ്ട് തിരിഞ്ഞപ്പോന്നാണ്. വെറുതെ നല്ലല്ലേ സീതാ പാലക്കൽ എടുത്തിട്ട് ഇങ്ങനെ പൂക്കണ്. ഭയങ്കര മോഡേൺ അല്ലേ? 16ഉം 17ന്റെയും മൊഞ്ചാണ്. കണ്ട അന്ന് പിന്നെ കഞ്ഞിയും വെള്ളം വേണ്ട, അതാണ് അവസ്ഥ. ഓളെ വിചാരത്ത് ഐശ്വര്യറായിന്റെ അപ്പുറത്തേക്ക് എത്തിക്കണൂന്നാ. എത്ര പ്രായം ഉണ്ട് വെച്ചിട്ട് ഇതിനൊക്കെ ഈ വർഗീയതയും കൊണ്ട് ഇങ്ങനെ ജീവിച്ച മക്കളെ പോറ്റുക. എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് അല്ല ഇവിടെ എന്റെ മാപ്പിള എവിടെ? ഇതാ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു വെള്ള പേപ്പർ കാണുന്നില്ലേ?
ആ വെള്ള പേപ്പറിൽ ഒരു കോളല്ലേ, ആ കോളം എങ്ങനെ വന്നു? അത് സലീമുള്ളത് കൊണ്ടല്ലേ വന്നത്. അപ്പോ നിങ്ങൾ പറയുന്നത് ഫേക്കാ, സലീം ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ടോള ആ രണ്ട് കോന്ത്രമ്പല്ലും കാട്ടിട്ടുള്ള ഒരു ചിരിയ. അത് നമ്മളങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങും വേണം. ഇന്ന് വരെ നാടിനോ നാട്ടുകാർക്കോ ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനമാണ്. ഓളെ മക്കളൊക്കെ എന്റെ മക്കളൊക്കെ എന്ന് മുതലേ ഇവിടെ വലുതായത്. ഓല് ജനിച്ചു വീണ തന്നെ എന്റെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ടല്ലേ. ഇജ എന്റെ മക്കളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരില് ആ മഹലിലെ മൂല്യന്മാരെ എന്തെല്ലാം പറഞ്ഞു സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം എത്ര എത്ര പണ്ഡിതന്മാര്, എത്ര എത്ര ആളുകള്. നിന്നോട് നന്മ പറഞ്ഞ ആളുകൾക്കും പിന്നെ നല്ലത് പറഞ്ഞെന്ന ആളുകൾക്കും ഒക്കെ നീ 8ന്റെ പണി കൊടുത്തില്ലേ. അന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ മക്കള് വലുതാ, എന്റെ മക്കൾ എന്നും അവിടെ ജോക്കറായി നിൽക്കുന്നു വിചാരിച്ചിട്ട് എന്റെ ഈ തെമ്മാടിത്തരം കൊണ്ട് ഇജ് കണ്ടോ? അന്നെ പോലത്തെ കുറെ എണ്ണുണ്ട്. ഇപ്പോഴൊന്നും അല്ല, ഈ ചെറുക്കൻ കുറച്ചും കൂടി ഒന്നും ആവട്ടെ. അപ്പൊ എനിക്ക് തിരിയും. എന്റെ കുരുനേട്ടനൊക്കെ ഇട്ടൊന്നിട്ട് പോണ കാണാം. അത് ഓൻ വലിയ നന്മമരാകും കൊണ്ടല്ല, ഓൻ അന്നൊക്കെ വലിയ ആളായി വളരുന്നുള്ളത് ഇജ്ജ് കാത്തിരുന്ന് കണ്ടോ. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു കേട്ടിട്ടില്ലേ? അതൊക്കെ ജിക്കാണ്. അന്ന് വേണമെങ്കിൽ എന്റെ മക്കളോട് ചോദിച്ചോളുണ്ട്. എന്താ അറിയോ, ഇത്രയും വർഗീയത, ഇത്രയും ഫിത്തിനി, ഇത്രയും എന്താ കണ്ണിൽ ചോരല്ലാത്ത പരിപാടി ഒക്കെ ഞാൻ ചെയ്തിട്ട് അവസാനം നിങ്ങളെന്നെ എന്നെ ഒറ്റപ്പെടുത്തില്ലേന്ന്. ഇപ്പള്ള എന്റെ ഈ മക്കളില്ല, ആ മക്കള് വരെ എന്നെ ഒറ്റപ്പെടുത്തും. അത് ഈ ഒരു മുസ്ലിമിനെ പറഞ്ഞതിന്റെ പേരിലല്ല ഞാൻ എന്നെ വിമർശിക്കുന്നത്. പക്ഷെ എന്താ അറിയോ, ഇജ്ജ് മറ്റുള്ളവരെ മുഴുവൻ വിഡ്ഢികളാക്കിയിട്ടാ ജീവിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കുക ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ചക്ക് 3 4 കെട്ടും കൊണ്ടും വരുന്നെങ്കിൽ പൊന്നാര മകളെ ഒരു കാര്യമല്ല. ഞാൻ എന്തായാലും ഇത് പറഞ്ഞും കൊണ്ട് തന്നെ ഇരിക്കും. എന്നാ ശരി, പോട്ടെ. പിന്നെ ആ മിയ ഖലീഫ ചോദിച്ചിരുന്നു ഇവിടെ തന്നെ. എന്തിനാ അറിയോ? ഓള് തുണി എടുത്തിട്ടില്ലെങ്കിലും എന്നോട് തട്ടടാന്. അതേമാതിരിയാണല്ലോ ഇപ്പൊ ഇജ്ജ് പറയണത്. ഞങ്ങളോടൊന്നും വർഗീയത ഉണ്ടാക്കല്ലേ, പ്രശ്നം ഉണ്ടാക്കല്ലേ, ജാതി ഉണ്ടാക്കല്ലേ, മതം ഉണ്ടാക്കല്ലേ, ഇതൊക്കെ വിറ്റിട്ടാണ് ഇജ്ജ് ജീവിക്കുന്നത്. വല്ലാത്തൊരു തീട്ടക്കേസ് തന്നെ. എന്നാ ശരി, ബൈ.